നമസ്കാരം. 2024 ജൂൺ 4 ഏവരും വളരെ കാതോർത്തിരിക്കുന്ന ഒരു ദിവസമാണ്. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിച്ച ഒരു തിരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജനാധിപത്യ സംവിധാനം തന്നെ ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതുമാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ വെച്ച് കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുക. ഇവിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികൾ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ പല സ്ഥലങ്ങളിലായി പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം അങ്ങനെ ഒരു വിരോധാഭാസമാണ്. ഇന്ത്യൻ രാഷ്ട്രീയം നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള CPI ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും അവർ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ചപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പരാജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതൊരു വിരോധാഭാസമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളെ നോക്കുന്ന സമയത്ത് ശരിക്കും വിരോധാഭാസം നിറഞ്ഞതും വിരോധമില്ലാത്ത ആഭാസം നിറഞ്ഞതുമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. മറുഭാഗത്ത് ശക്തമായി നിന്നിരുന്നത് NDA സഖ്യമാണ്. BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം നല്ല ഒരു പോരാട്ടം ഇത്തവണ കേരളത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചു. മാത്രമല്ല, കേരളത്തിൽ ആകമാനമുള്ള ജനങ്ങളെ, ആബാലവൃദ്ധം ജനങ്ങളെയും പ്രധാനമന്ത്രി എന്ന നിലയിൽ ശ്രീ നരേന്ദ്രമോദിജി അങ്ങേയറ്റം സ്വാധീനിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ, വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ആർജവമുള്ള നേതാവ് എന്ന നിലയിൽ ശ്രീ മോദിജിക്ക് ഭാരതത്തിലുള്ള ആൾക്കാരുടെയും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വിജയം, അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടി NDA പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവർക്ക് ഒരു വിജയം കൈവരും എന്നുള്ളത് സത്യമാണ്. എന്നാൽ കേരളത്തിൻ്റെ സ്ഥിതി നമ്മൾ നോക്കണം. കേരളത്തിൽ LDFും UDFും പരസ്പരം മത്സരിക്കുന്നു. ഒപ്പം NDA വളരെ ശക്തമായ രീതിയിൽ മത്സര രംഗത്തുണ്ടായിരുന്നു. NDAയുടെ ശക്തമായ പോരാട്ടം കൊണ്ട് തന്നെ LDFിൻ്റെയും UDFിൻ്റെയും അവരുടെ സ്വാധീനമുള്ള മേഖലകളിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് അവർക്ക് അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ NDA സഖ്യം, BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം ശക്തമായ പ്രവർത്തനം കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും നടത്തി എന്നുള്ള വാസ്തവം. എന്നാൽ BJP നേതൃത്വം പ്രതീക്ഷിക്കുന്ന ചില സീറ്റുകൾ കേരളത്തിലുണ്ട്. അതേസമയം BJPയുടെ നേതൃത്വം പ്രതീക്ഷിക്കാത്ത ചില സീറ്റുകൾ അപ്രതീക്ഷിതമായി തന്നെ റിസൾട്ട് വരുമ്പോൾ ആ കേരളത്തിലെ ചില പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ ജനങ്ങൾ BJPയെ സ്വീകരിക്കുന്ന ഒരു സമീപനം ആ റിസൾട്ടിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ BJPയുടെ നേതൃത്വത്തിന് തന്നെ അറിയാവുന്നൊരു പരമമായ സത്യമാണ്. കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും BJPക്ക് ശക്തമായ പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടില്ല. വളരെ പരിതാപകരമായ പ്രവർത്തനം നടന്ന ബൂത്തുകളുണ്ട്. ഒരു പ്രവർത്തനവും നടക്കാതിരുന്ന ബൂത്തുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ധാരാളം സ്ഥലത്തുണ്ടായിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന പോലും കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ പത്രമാധ്യമങ്ങളുടെ മോദിജിയുടെ ഗ്യാരണ്ടി, മോദിജിയുടെ പറഞ്ഞ കാര്യങ്ങൾ പത്രമാധ്യമങ്ങളുടെ എല്ലാം തന്നെ അവരറിയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP സ്ഥാനാർത്ഥിയുടെ ഒരു അഭ്യർത്ഥന പോലും കിട്ടാതിരുന്ന ചില ബൂത്തുകളിൽ അവിടെയുള്ള വോട്ടർമാർ അവരുടെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ NDA സഖ്യത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കേണ്ടത് അത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ LDFിൻ്റെയും UDFിൻ്റെയും പരമ്പരാഗതമായ വോട്ടുകൾ തന്നെ ധാരാളം ഇപ്രാവശ്യം ചോർന്ന് NDA സഖ്യ സ്ഥാനാർത്ഥികൾക്ക് പോയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മണ്ഡലത്തിലും തീർത്തും ഒരു വിജയം NDA സഖ്യ UDF സഖ്യത്തിനായാലും അല്ലെങ്കിൽ LDF സഖ്യത്തിനായാലും ശക്തമായി പറയാൻ സാധിക്കാതെ നിൽക്കുന്നൊരു സാഹചര്യം ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, ഈ അപ്രതീക്ഷിതമായ വിജയം BJPക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നിടത്താണ്. BJP നേതൃത്വം പ്രതീക്ഷിക്കാത്ത ചില മണ്ഡലങ്ങൾ എന്നത്, ആ മണ്ഡലങ്ങളിൽ നിന്ന് അവിടെ ധാരാളം ജനങ്ങൾ, ആ പ്രദേശത്ത് BJPയെ ഉറ്റുനോക്കുന്ന ജനങ്ങളുണ്ട്. ഭാവി കണ്ടുകൊണ്ട് ഉറ്റുനോക്കുന്ന, ഭാവി ഭാരതത്തെ ഉറ്റുനോക്കുന്ന ജനവിഭാഗം പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളിലായാലും യുവാക്കളിലായാലും ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിരിക്കും. കേരളത്തിലെ ആകമാനമുള്ള തിരഞ്ഞെടുപ്പിലെ NDAയുടെ അല്ലെങ്കിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം വളരെയധികം വർദ്ധിച്ച് മുന്നേറും. പക്ഷേ അത് കടന്നു പോകാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരവസ്ഥ കടന്ന് വിജയത്തിലേക്ക് ഓരോ മണ്ഡലങ്ങളിൽ BJPക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്.
ആ കാര്യത്തെക്കുറിച്ച് ഇനിയും ബി ജെ പിയുടെ നേതൃത്വം പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൂടി പഠിച്ചിട്ടാണ് മുന്നേറുന്നതെങ്കിൽ ഒരുപക്ഷെ വരും തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുവാനും സാധിച്ചേക്കും. എന്തായാലും ഇക്കുറി ബി ജെ പി പ്രതീക്ഷിക്കുന്ന സീറ്റുകളേക്കാൾ ഉപരി പ്രതീക്ഷിക്കാത്ത ചില സീറ്റുകൾ ബി ജെ പിക്ക് ഇപ്രാവശ്യം കേരളത്തിൽ ലഭിക്കും എന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ വിശകലനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. നമസ്കാരം.